വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കേരള സ്പെഷ്യൽ ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള നമ്മുടെ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആദ്യമേ തന്നെ ഞാൻ നല്ലതായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്തുകൂടെ എടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമുക്ക് ഈ കൊച്ചുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിക്സിയുടെ ജാറിലിട്ട് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടാതെ കുറച്ച് പച്ചമുളകും കറിവേപ്പില കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഇതിൽ ഉപ്പിട്ട് കൊടുക്കാനായിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിന് ശേഷം കുറച്ച് സാൾട്ട് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബീഫും മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ബീഫുമായിട്ട് മിക്സ് ആയതിന് ശേഷം ഇതിനെ ഇനി നമുക്ക് കുക്കറിലോട്ട് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് ബീഫ് വേകാൻ പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ബീഫ് കുക്കായി കിട്ടുന്ന ടൈം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 4-5 വിസിൽ കേൾക്കുന്ന ടൈം വരെ. ഈ ഒരു ബീഫ് വെന്തെടുക്കുന്ന ടൈമിന് നമുക്ക് വേറൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി, ജീരകം, അതുപോലെ തന്നെ കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ തന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള ഐറ്റംസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊരു ബ്രൗണിഷ് ഷെയ്ഡിൽ വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് രണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അടുത്ത മസാലക്കൂട്ടുകൾ ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയാണ് കേട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കൂടെ ചട്ടിയിലേക്ക് ആക്കിയതിന് ശേഷം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബീഫ് കറി ഏകദേശം ഇതുപോലെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് പെപ്പർ പൗഡർ അഥവാ കുരുമുളക് പൊടി ഞാൻ ഇട്ടെടുക്കുന്നുണ്ട്. ഇനി കറിക്ക് ആവശ്യത്തിന് ഗരം മസാലപ്പൊടി, ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് പൊടിച്ചതുകൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്തൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബീഫ് കറി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ കുടിക്കൂ.